നമ്മുടെ ഈ സത്യപ്രതിജ്ഞ തുടങ്ങിയതിൻ്റെ അന്നാണ് പ്രസിഡന്റ് ഇവിടെ വരുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. പ്രസിഡന്റ് നമ്മൾ ഈ വൈസ് ചെയർമാനെ തിരഞ്ഞെടുത്തതിന്റെ എല്ലാ പേപ്പർ രേഖകളും കൊണ്ട് കളക്ടറേറ്റിൽ ഞങ്ങൾ ഇല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലിട്ട് പോയിട്ട് വരുന്ന വഴിക്കാണ് പുള്ളി കുളക്കോടെന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ വണ്ടി അവിടെ തടഞ്ഞു നിർത്തുകയും താക്കോല് ഊരി എടുത്തിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന ആളെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സർക്കാർ വണ്ടി നമുക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ആളെ വെച്ച് പിന്നെ ജീവനക്കാരെ നമ്മളെ ഇന്റർവ്യൂ ചെയ്ത് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡ്രൈവറെ വേറെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഇത്രയും പ്രശ്നങ്ങളായത്. അതിനുശേഷം പുള്ളി ഇവിടെ വന്നിട്ട് ഈ അറ്റൻഡൻസ് രജിസ്റ്റർ നമുക്ക് ഒപ്പിടാൻ തരില്ല, ജീവനക്കാർക്ക് തരില്ല, പുള്ളി കൂട്ടി അതിനകത്ത് വെച്ചിട്ടാണ് പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പത്രങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് നമുക്ക് ഇപ്പം എന്താ ബുക്ക് തന്നിട്ടുണ്ട് ഒപ്പിടാൻ. എന്നിട്ട് താൽക്കാലിക ജീവനക്കാരുടെ ബുക്ക് അവിടെ തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ദിവസം കളക്ടർ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴും ഈ പുള്ളി ഈ നമ്മുടെ പഞ്ചായത്ത് വണ്ടി കിടക്കുന്ന വണ്ടിയിലെ കാറ്റ് തുറന്നു 9:45 10 മണിക്ക് കാറ്റ് തുറന്നു വിട്ടിട്ട് പുള്ളിയുടെ വണ്ടി ആ കിടക്കുന്ന വണ്ടി കേട്ടാ ആ വണ്ടിയിൽ പോകുമ്പോഴത്തെ ആ വണ്ടി ഇവിടെ ഇങ്ങനെ കുറുകെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത്. രണ്ടാമതെന്ന് വെച്ചാല് മെയിൻ കമ്മിറ്റിയിൽ സെക്രട്ടറി, എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിനെ പങ്കെടുക്കണം. ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സെക്രട്ടറി വേണ്ട, ഞാൻ ഒരു SC-കാരി ആയതുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കയറേണ്ടെന്നാണ് പ്രസിഡന്റ് പറയണത്. അതിനുശേഷം ഇപ്പം 3-4 കമ്മിറ്റി കൂടിയിട്ട് എന്നെ അതിൽ വിളിച്ചൊന്നുമില്ല. എന്ന് വെച്ചാല് ഞാൻ ഇവിടെ നിന്ന് പോണം, വേറെ ട്രാൻസ്ഫർ ഇന്ന് വരും നാളെ വരും എന്നാണ് പ്രസിഡന്റ് പറയണത്. ഇവിടെ നിന്ന് പോണം, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എന്നെ ഏത് പഞ്ചായത്ത് അടിച്ചാലും ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇത് കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പീഡനമാണ് ഈ പ്രസിഡന്റ് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും പറയില്ല, നമുക്ക് ഇവിടെ ജോലി ചെയ്യണം, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഇന്നുവരെ നമ്മൾ അഴിമതിക്കാരിയൊന്നുമല്ല, നമ്മള് കറക്റ്റ് ആയിട്ടുള്ള ജോലി ഇവിടെ നാട്ടുകാർക്കായിരുന്നാലും ഇവിടെ നമ്മളെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാലും നമുക്കിവിടെ എനിക്ക് വേറൊരു വീഴ്ചയൊന്നുമില്ല. ജോലി ഈ പ്രസിഡന്റിന്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നന്നായിട്ട് ജോലി എനിക്ക് ഇവിടെ ആരും വരത്തില്ല. പിന്നെ ഈ നമുക്കിവിടെ ട്രാൻസ്ഫർ തന്ന എനിക്ക് അച്ഛന് സുഖമില്ല, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അച്ഛനെ സംരക്ഷിക്കാനും തൊട്ടടുത്തുള്ള ഇതിലാണ് എനിക്ക് ഇങ്ങോട്ട് തന്നത്. ഇവിടെ വന്നിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ഒരു പഞ്ചായത്ത് 3 വർഷം വരെ ഇരിക്കാം. പക്ഷെ നമ്മളെ പ്രസിഡന്റ് പറയണ ഇവിടെ ഇരിക്കാൻ പാടില്ല, പൊയ്ക്കോളാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ട്രാൻസ്ഫർ വെച്ചത്. ഇന്ന് രാവിലെ പറഞ്ഞിട്ട് പിന്നെ ഈ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റൂല, പിന്നെ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റത്തോണ്ട് ഇനി അടുത്ത് ജനറൽ ട്രാൻസ്ഫർ വരുമ്പോ ഇങ്ങനെ തന്നെ പറയും, ഇവളെ തന്നെ പറയണം, സെക്രട്ടറി ഒന്നും പറയൂല, ഇവളങ്ങ് മാറ്റും എന്നാണ് പ്രസിഡന്റ് പറയണത്. ഇവളെ മാറ്റി ഇവിടെ വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പ്രസിഡന്റിന് ഒരു ദ്രോഹത്തിന് ഞാൻ ഒന്നിനും പോയി, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ. നമുക്ക് ജോലി ചെയ്യണം സമാധാനമായിട്ട്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നുവെച്ചാൽ ഈ പുള്ളിക്കാരന്റെ അനിയനും ഇവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നപ്പോഴും പുള്ളി ഈ ഡോറ് തുറന്നിട്ട് വന്ന്, നീ ഒരു പട്ടികജാതിക്കാരിയായ നീ ഇവിടെ ശ്രീകണ്ഠം ഭരിക്കണ പഞ്ചായത്ത് നീ ഭരിക്കണ്ട, ഞാൻ 15 വർഷം കൊണ്ട് ഇവിടെ ഭരിക്കുകയാണ്. ഈ ഡോറ് ഞങ്ങളൊരു മീറ്റിംഗ് കൂടി കൊണ്ടിരുന്നപ്പോ ഈ ഡോർ തള്ളി തുറന്നാണ് അയാൾ ഇവിടെ വന്നത്. അതുപോലെ തന്നെ ഈ ചേട്ടൻ എന്ന് വെച്ചാല് കമ്മിറ്റിയിൽ പറഞ്ഞ ഞങ്ങള് എന്താണ് അവരെ ജാതിയിൽപ്പെട്ടവർ മാത്രം ഇരുന്നാൽ ഞാൻ ഇരിക്കേണ്ട, ഒരു SC-കാരിയാണ്ട് സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഇരിക്കേണ്ടതാണ് പുള്ളി പറയുന്നത്. വേറെ ആളെ കൊണ്ടുവരും, പുതിയ ആളെ കൊണ്ടുവരും എന്നാണ് പറയണത്. വെച്ചാൽ പുതിയ സെക്രട്ടറി വന്നതിന് ശേഷം ഇനി കമ്മിറ്റി കൂടി മതി എന്നാണ് പ്രസിഡന്റ് പറയണത്. അപ്പൊ എന്താന്ന് പറയാ, എങ്ങനെ തുടരുന്നു? ഇങ്ങനെ തന്നെയാണ് ഈ പുള്ളി ഇപ്പോഴും. എന്റെ കമ്മിറ്റി ഇപ്പൊ 2-3 കമ്മിറ്റി വിളിച്ചു, എന്നെ വിളിച്ചിട്ടില്ല. ശേഷവും ഇയാൾ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പുള്ളി പറഞ്ഞാൽ ഇന്ന് എന്നെ മാറ്റും, അതുകൊണ്ട് ഇങ്ങനെ പോണത്. മാറ്റണമെങ്കിൽ എനിക്ക് എവിടെ മാറ്റുന്നാലും എനിക്ക് പ്രശ്നമില്ല, ജോലി ചെയ്യാൻ എനിക്കറിയാം, ജോലി ചെയ്യാൻ എവിടെ പോയിരുന്നാലും ഞാൻ ജോലി ചെയ്യണം. പക്ഷെ പ്രസിഡന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കേണ്ട പ്രസിഡന്റ് ഇങ്ങനെ കാണിക്കാൻ നമുക്ക് ഒരു വിഷമമുണ്ട്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. നമ്മുടെ ജാതിയെ തന്നെ ഇങ്ങനെ അപമാനിക്കണത് ഒരു അപമാനം തന്നെയാണ്. ഞാൻ SC ആയിട്ടാണ് പുള്ളിക്ക് എൻ്റെ അടുത്ത് താല്പര്യമുള്ളത്. എന്താ ഞാൻ പുള്ളി ഇവിടെ വെച്ച് കണ്ടതാണ്, ഈ പ്രസിഡന്റ് ആകുമ്പോഴത്തേക്ക് കണ്ടതാണ് എന്നെ. ഞാൻ ഈ പുള്ളിയായിട്ട് വേറെ ഒരു ബന്ധവും എനിക്ക് അറിയത്തുമില്ല ഇവരെ കുറിച്ചൊന്നും. പക്ഷെ ഇവിടെ വന്നപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാന് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മറ്റേ ഗോത്ര കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അവരവിടെ തിരിച്ചു തന്നു, അവിടെ എല്ലാം കൊടുക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മെയിൽ തന്നിട്ടുണ്ട്. ഈ കനകനഗറില്ലേ അവിടെ കൊടുക്കണമെന്നും പറഞ്ഞു കൊടുത്തില്ല, അത് ഉടനെ കൊടുക്കും ഞാനായിട്ട്.
ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രസിഡന്റ് മാക്സിമം എന്നെ നാണം കെടുത്തിയാണ്. ഭരണയെടുത്തും പോണെടുത്തും എന്നെ നാണം കെടുത്തി വിടുന്ന പ്രശ്നവും കൂടാതെ എന്നെ ഫോണിൽ ഓരോരുത്തരെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് എന്നെ ട്രാൻസ്ഫർ കൊടുക്കണം, ഇവിടെ നിന്ന് മാറിപ്പോണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യവും പ്രസിഡന്റ് ഇങ്ങനെ ചെയ്യുന്നു. ഭീഷണി തന്നെയാണ്. ഇവിടുന്ന് മാറിപ്പോവാൻ തന്നെയാണ് പറയുന്നത്. നാണക്കേടാണ്. ഇപ്പോഴും വെളിയിൽ ഇറങ്ങുമ്പോ എന്റെ അടുത്ത് ചോദിക്കണത്, നിങ്ങൾ പോവാറായില്ലേ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണത്, പ്രസിഡന്റ് പറഞ്ഞല്ല നിങ്ങൾക്ക് മാറ്റമാണ്, നിങ്ങൾ മാറിപ്പോണില്ല എന്നാണ് ചോദിക്കണത്. അത് കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്നും എന്നെ കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കുകയും ചെയ്യും, ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കും, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ എന്ത് മാറിപ്പോവാത്തത്. അപ്പൊ എനിക്കെതിരെ പ്രസിഡന്റ് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ഭീഷണി എന്നെ നാണം കെടുത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ പോണത്. ഇപ്പോഴത്തെ ഇതൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോണത്.